സമാധാനത്തിന് പുതിയ നിർദ്ദേശങ്ങൾ യുഎസിന് മുന്നിലേക്ക് വെക്കുന്നു ഇറാൻ. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് യുഎസിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടണം, അല്ലെങ്കിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ പറയുന്നു. ഇറാന്റെ ആവശ്യം വൈറ്റ് ഹൌസിന് ലഭിച്ചു. മധു കൊട്ടരക്കര അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നു. മധു, നമ്മൾ നേരത്തെയും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു, ഈ ഡെഡ് ലോക്ക് സോൾവ് ആവാൻ പോകുന്നു എന്ന പ്രതീതി പെർസെപ്ഷൻ പലയാവർത്തി ഉണ്ടായതാണ്, പക്ഷെ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. അതുപോലെ പെർസെപ്ഷൻ മാത്രമാണോ ഇത്, അതോ പരിഹാരത്തിലേക്ക് പോകുന്നുണ്ടോ മധു? ഹാഷ്മി, ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം അബ്ബാസ് അറാഖ്ചി അവരുടെ വിദേശകാര്യമന്ത്രി തുടർ ചർച്ചകളുമായിട്ട് അയൽ രാജ്യങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും നിലവിലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായിട്ട് പാകിസ്ഥാൻ മധ്യസ്ഥർ മുഖേനയാണ് ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. നേരത്തെ ഡൊണാൾഡ് ട്രംപും ഇത്തരം ചില സൂചനകൾ തന്നായിരുന്നു, ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. പക്ഷേ ഇതൊരു 2 സ്റ്റേജ് നിർദ്ദേശങ്ങൾ എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ആണവ ചർച്ചകൾ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ നീക്കമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇത് ആക്സിയോസ് എന്ന മാധ്യമമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കി അത് വീണ്ടും തുറക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക, അതുപോലെ നീണ്ട വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ആദ്യ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ആണവ ചർച്ചകൾ മാറ്റിവെക്കുക തൽക്കാലത്തേക്ക്. ആണവ പദ്ധതികളെ കുറിച്ചുള്ള തർക്ക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആദ്യം ഈ കടലിടുക്ക് തുറക്കട്ടെ എന്നാണ്, ഉപരോധം നീക്കട്ടെ എന്നാണ് ഇറാൻ പറയുന്നത്. ഈ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനായിട്ട് തിങ്കളാഴ്ച ഒരുപക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൂടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ഇന്ന് പകൽ ഫോക്സ് ന്യൂസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഈ സമാധാന ചർച്ചകൾക്ക് ആൾക്കാരെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അവർക്ക് ഫോണിലൂടെ വേണമെങ്കിൽ ചർച്ചകൾ നടത്താം, ഹോട്ട് ലൈൻസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ അടുത്തേക്ക് വരട്ടെ എന്നാണ്. പക്ഷേ ഇവിടെ നിർണായകമാകുന്നത് ഇസ്ലാമാബാദിൽ അടിയന്തരമായിട്ട് തിരിച്ചെത്തിയിരുന്നു അബ്ബാസ് അറാഖ്ചി. പാകിസ്ഥാന്റെ മുന്നിൽ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിരിക്കുമെന്നാണ് ഇപ്പോൾ ഈ വാർത്തയുമായിട്ട് അലൈൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ വ്ളാദിമിർ പുടിനുമായിട്ട്, അതായത് തിങ്കളാഴ്ച നിർണായക കൂടിക്കാഴ്ചയുണ്ട്. ഒരു പക്ഷേ പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു സൗഹൃദവും ഒരു പുടിനും ട്രംപുമായിട്ട് നാളെ ഒരു ഫോൺ കോൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അമൃത, കാശ്മീർ. ഓക്കെ, മധു കൊട്ടരക്കരയാണ് ന്യൂ ജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രശ്നപരിഹാരം പെട്ടെന്നുണ്ടാവട്ടെ. കാര്യം ആ യുദ്ധം അങ്ങനെ തുടരുന്നത്, ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് ഇരു രാജ്യങ്ങളെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ മുഴുവനായി ബാധിക്കാൻ പോകുന്ന ഒന്നാണ്, ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാൽ തർക്കം വേണ്ട. പരിഹാരമുണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.